ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആതിരയുടെ കാര്യം ആലോചിച്ച് ഗാർഡനിൽ നടക്കുന്ന സന്ദീപിനെ അന്വേഷിച്ച് അവിടേക്ക് വരികയാണ് അർച്ചന. അർച്ചന സന്ദീപിനെ വിളിച്ചപ്പോൾ സന്ദീപ് കാര്യം തിരക്കുന്നുണ്ട്. അർച്ചന വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് സന്ദീപിനെ. ഏട്ടത്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്നെ ഏട്ടത്തി എന്ന് വിളിക്കുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കിയതാണ്. അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞതെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട്, അല്ല, അങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാര്യം ഇവിടെ നടന്നിട്ടും നീ എന്താ എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചത്? എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ഏട്ടത്തി എന്ന രീതിയിൽ ഞാൻ തന്നിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നീ ചെയ്തതുപോലെ തന്നെ അതേ അളവിലും തൂക്കത്തിലും തെറ്റ് എന്റെ അനിയത്തിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ആതിരയുടെ ചേച്ചി എന്ന നിലയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കും മറക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രായം പരസ്പരം സ്നേഹിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു നേരം പോക്കിനുള്ളതല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ആതിരയെക്കുറിച്ച് സന്ദീപിന് എന്തറിയാം? സന്ദീപിനെ കുറിച്ച് ആതിരയ്ക്ക് എന്തറിയാം? അപ്പൊ പിന്നെ എങ്ങനെയാ ഇതൊരു സീരിയസ് റിലേഷനായി കരുതാൻ കഴിയും? സന്ദീപിന് ഇത് വെറും തമാശയാകും. പക്ഷേ ആതിരയ്ക്ക് അങ്ങനെയല്ല. അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോളാം. അതുകൊണ്ട് ഇപ്പോ ഇവിടെ വെച്ച് നിർത്തിക്കോ സന്ദീപ് ഇതൊക്കെ. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സന്ദീപ്. അനിയത്തെ സ്നേഹിക്കുന്ന ഒരു ചേച്ചിയുടെ അപേക്ഷയാണ് എന്ന് പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് പറയുന്നു, എടുത്തേ എന്ന് വിളിക്കുന്നുണ്ട്. ഞാനൊന്നും മനസ്സ് നിറഞ്ഞ് സച്ചേട്ടന്റെ ഭാര്യയെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അമ്മയില്ലാത്ത എനിക്ക് സ്നേഹിക്കാൻ രണ്ട് അമ്മമാരെ ഈശ്വരൻ തന്നു, അവന്തിക ഏട്ടത്തെയും അർച്ചന ഏട്ടത്തെയും. ആ അവകാശത്തിൽ നിന്നുകൊണ്ട്, ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് എടുത്ത് കേക്ക്. ആതിരയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. കാരണം എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചത് ആതിരയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു മിസ് കോളിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ബന്ധം. പിന്നെ സംസാരിച്ച് അടുത്തവരാണ് ഞങ്ങൾ. പിന്നെ എപ്പോഴും എനിക്ക് മനസ്സിലായി, ഞാൻ അറിയാതെ തന്നെ ആതിര എന്റെ ജീവിതത്തിന്റെ ഭാഗമായെന്ന്. ആ ശബ്ദത്തിന്റെ ഉടമയെ ഞാൻ എന്റെ മനസ്സിലേക്ക് എടുത്തു വെച്ചു, വ്യക്തമായ രൂപം ഇല്ലാണ്ട് തന്നെ. പിന്നീട് അങ്ങോട്ട് ആതിരയില്ലാത്ത ഓരോ സമയവും എനിക്കങ്ങോട്ട് ശൂന്യതയായി തോന്നി. ഇപ്പോഴുള്ള അവളുടെ അഭാവത്തിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് അവൾ എത്ര പ്രിയപ്പെട്ടവളായിരുന്നെന്ന്. അത് കേട്ട് അർച്ചന പറയുന്നു, സന്ദീപ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ കുടുംബത്തിലുള്ളവർ ഈ ഒരു സ്നേഹബന്ധം അറിയുമ്പോൾ അതിനെ എതിര് നിന്നാൽ സന്ദീപ് എന്ത് ചെയ്യും? ഇവിടെ എല്ലാവരും സന്ദീപിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ നീ ഒരു അനുസരണയുള്ളവനായാൽ എന്റെ ആതിരയ്ക്ക് അത്രമാത്രം താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, ഏട്ടത്തി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്റെ ഒരാഗ്രഹത്തിനും ഇവിടെ ആരും എതിര് നിൽക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം ആരെങ്കിലും മറികടന്നാലും അത് ഞാൻ വകവെക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് ആതിര പറഞ്ഞ ആ വാക്കുകൾ ആലോചിക്കുകയാണ് അർച്ചന. ഫോണിൽ സംസാരിച്ചതും നീ സ്നേഹിച്ചതും ആതിരയാണെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ആതിരയുമായിട്ടുള്ള ബന്ധം നീ ഇത്രയും നീട്ടിക്കൊണ്ടു പോവുമായിരുന്നോ? സന്ദീപ് പറയുന്നു, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏട്ടത്തി. ഏട്ടത്തെ ക്ഷമിക്കണം, ആ ഒരു ചോദ്യത്തിന് മാത്രം എന്റെ പക്കൽ വ്യക്തമായ ഒരു ഉത്തരമില്ല. ആതിരയ്ക്ക് എന്നോട് എത്രമാത്രം അടുപ്പമുണ്ടെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. പക്ഷേ എന്റെ മൗനം അവളെ വല്ലാണ്ട് തളർത്തി കളഞ്ഞെന്ന് തോന്നുന്നു. അവൾക്ക് എന്നോടിപ്പോ ദേഷ്യമായിരിക്കും. എന്നോടുള്ള ഇഷ്ടം ഞാനായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു. അർച്ചന പറയുന്നു, അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല സന്ദീപേ. അവൾക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ്. എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു നീ ഇല്ലാണ്ട് അവൾ ജീവിക്കില്ലെന്ന്. പക്ഷേ ഈ കാര്യം അവൾ വീട്ടിൽ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത സമയം ശരിയായിരുന്നില്ല. അവിടെ ഉണ്ടായ കാര്യങ്ങൾ സന്ദീപിനെ അറിയിക്കുകയാണ് അർച്ചന. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഇഷ്ടത്തിൽ നിൽക്കുവല്ല അവൾ ഇപ്പോഴും. അവൾ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കണം. അവിടെ എല്ലാവരും വലിയ എതിർപ്പിലാണ്. ഇവിടുത്തെ കാര്യം ഇനി കണ്ടറിയണം. സന്ദീപ് പറയുന്നു, ഏട്ടത്തി, ഈ വീട്ടിൽ അവന്തിക ഏട്ടത്തെക്കാളും അച്ഛൻ സ്നേഹിക്കുന്നത് ഏട്ടത്തെയാണ്. ആ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത് അച്ഛനോടൊന്ന് സംസാരിച്ചൂടെ? ഇവിടെ അച്ഛൻ സമ്മതിച്ചാൽ ഏട്ടത്തിയുടെ വീട്ടുകാർ പിന്നെ എതിർപ്പൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. അർച്ചന പറയുന്നു, പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരെ തമ്മിൽ അകറ്റുന്നത് വലിയ പാപമാണ്. അതുകൊണ്ട് സമയവും സന്ദർഭവും നോക്കി ഞാനിത് സച്ചിയേട്ടനോട് സംസാരിച്ചോളാം. നിങ്ങൾ തമ്മിൽ ഇത്രയും സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ഇനി കൂടുതൽ ഉപദേശിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഏട്ടത്തിയമ്മ എന്നതിലുപരി ഞാൻ അവളുടെ കൂടെ പിറപ്പാണ്. എന്ത് പ്രതിസന്ധി വന്നാലും നീ അവളെ തള്ളിക്കളയരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. സന്ദീപ് പറയുന്നു, ഇല്ല ഏട്ടത്തി, ഇനി എന്തു വന്നാലും ഞാൻ ആതിരെ ഉപേക്ഷിക്കില്ല. അത് ഈ സന്ദീപിന്റെ വാക്കാണ്. അത് കേട്ട് സന്തോഷത്തോടെ അർച്ചന പറയുന്നുണ്ട്, അത് മതി, അത് മാത്രം എനിക്ക് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് സന്ദീപിന്റെ മുന്നിൽ നിന്നും അകത്തേക്ക് പോവുകയാണ് അർച്ചന. ശേഷം കാണിക്കുന്നത് മീരയെ ഫോൺ ചെയ്യുകയാണ് കമല.
ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ആവടി മോളും കൂടി ഈ വീട്ടിൽ ഇല്ലാണ്ടായപ്പോൾ ഈ വീട് മരണ വീട് പോലെയായി. മീര പറയുന്നു, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരൂ അമ്മേ. ഒരു കണക്കിന് ഈ സമാധാനക്കേടിന്റെ ഇടയിൽ നിങ്ങൾ തിരിച്ചു വരാത്തത് തന്നെയാ നല്ലത്. ആ കൊച്ച് ഇതൊന്നും കണ്ട് പഠിക്കണ്ടല്ലോ. കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ അവിടെ സമാധാനമായിട്ട് നിൽക്ക്. അമ്മേ, അനൂപേട്ടൻ വന്നോ? ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് മീര പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട്, ഇവിടെ ഉണ്ട് മോളെ, ഞാൻ കൊടുക്കണോ? അനൂപിനെ അമ്മ വിളിക്കുന്നുണ്ട്. ദാ ഫോൺ. എന്റെ കമല അനൂപിനോട് പറഞ്ഞപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അനൂപ്. മീരയാണെന്ന് പറഞ്ഞതും എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അനൂപ്. എന്നാൽ മീരയോട് സംസാരിക്കാനായി കമല അനൂപിനെ നിർബന്ധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ മീര കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ വിഷമത്തോടെ മീര ഫോൺ കട്ടാക്കി കഴിഞ്ഞു. കമല ദേഷ്യത്തോടെ അനൂപിനോട് പറയുന്നു, നിന്റെ ദേഷ്യമൊക്കെ കൊള്ളാം. ഭാര്യ മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്, നിന്റെ മോളും കൂടിയാ. നിന്റെ അച്ഛനോടും അമ്മയോടും മോളോടും നിന്റെ അച്ഛനോടും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം ചേർക്കുന്നതിന് പുറമെ സ്വന്തം കുടുംബം കൈവിട്ട് പോകാണ്ട് നോക്കണം. പിണങ്ങി പോയതാണെങ്കിലും അതെല്ലാം മറന്നോണ്ടല്ലേ അവളിപ്പോ നിന്നോട് സംസാരിക്കാൻ വന്നത്. കാലി പിടിക്കുമ്പോ തോളിക്കേറാൻ വന്നാലേ അവസാനം ഒറ്റയ്ക്കേ കാണൂ, അത് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് കമല. ഈ വീട്ടിൽ ആരും ഒന്നും കഴിക്കുന്നില്ലേ? ആരെങ്കിലും ചത്തോ ഇവിടെ? വിളമ്പി വെച്ചിട്ട് കുറെ നേരമായെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കമല അകത്തേക്ക് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അനൂപും അച്ഛനും. ശേഷം കാണിക്കുന്നത് സന്ദീപ് ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപ്. കമല ആതിരയെ വിളിക്കാനായി മുറി തുറന്ന് അകത്തേക്ക് പോയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഷോളിട്ട് ഫാനിൽ കുരുക്കിയിട്ടിരിക്കുകയാണ് ആതിര. എന്നിട്ട് സ്റ്റൂളിന്റെ മണ്ടയിൽ കയറി ഷാളിലേക്ക് കൈ പിടിച്ചു നിൽക്കുന്നു. ഒരു ഞെട്ടലോടെ കമൽ അകത്തേക്ക് വന്നിട്ട്, മോളെ നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മാഷിനെയും അനൂപിനെയും അവിടേക്ക് അലറി വിളിക്കുന്നുണ്ട്. ആതിരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ ആതിരെ അടിക്കുകയാണ് അനൂപ്. കുറച്ചെങ്കിലും മനസ്സമാധാനത്തിന് വേണ്ടിയാ ചാകാന്ന് കരുതിയത്, അതിനും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് അവിടെ ഉമ്മറത്തിരുന്ന് പൊട്ടിക്കരയുകയാണ് ആതിര. വേണ്ടടാ, അവളെ തല്ലണ്ട. പെറ്റമ്മയും ജനിപ്പിച്ച അച്ഛനെയും കൂടെ പിറപ്പുകളൊക്കെ മറന്ന് അവൾ ചാവാൻ പോവുകയാണെങ്കിൽ ചാവട്ടടാ. ഇങ്ങനെ ഒരുത്തെ ഞാൻ പെറ്റിട്ടില്ല എന്ന് വിചാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ആതിരയോട് സംസാരിക്കുകയാണ് കമല. എന്റെ കാര്യം പോട്ടെ, ഈ മനുഷ്യനെ നീ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോടി? കാളവണ്ടി വലിക്കുന്നത് പോലെ. ഈ കുടുംബത്തിനു വേണ്ടി ജീവിച്ച ചേട്ടനെ നീ മറന്നോ? അനിയത്തെ വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയ ചേച്ചിയെങ്കിലും നീ ഓർത്തോ? ഞങ്ങളാരും നിന്റെ ഓർമ്മയിലില്ല. നിനക്ക് വലുത് നിന്റെ പ്രേമോ? ആരടി സ്വസ്ഥത കളഞ്ഞത്? എല്ലാം നീ സ്വന്തമായിട്ട് വിളിച്ചു വരുത്തിയതല്ലേ. എന്റെ മോളൊരു ഭീരുവാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. നിസ്സാര കാര്യത്തിന് ജീവൻ കളയാൻ നടക്കുന്ന ഒരു ഭീരു എന്നൊക്കെ കമല പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അനൂപ് പറയുന്നു, മതിയമ്മേ, എന്തിനാ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളൊന്നും ഇവൾക്ക് ആരുമല്ല. ആയിരുന്നെങ്കിൽ ഇവൾ ഇങ്ങനെ കാണിക്കോ? ആതിരയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുന്നു. നിനക്കൊക്കെ വേണ്ടി എന്റെ കുടുംബം തുലച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്കും കൂടി കുറച്ച് വിഷം വാങ്ങിച്ചു തരാൻ മേലിലായിരുന്നോ? വേണ്ടട അനൂപേ, ഇവളോട് കൂടുതൽ സംസാരിക്കാത്തതാ നല്ലത്. എടി, എന്റെ മോൾ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചതല്ലേ, പോയി മരിക്കടി. എന്നിട്ട് നിങ്ങളുടെ സന്തോഷം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഈ ആങ്ങളെ കൊണ്ട് ബലികർമ്മം കൂടി നടത്ത്. അങ്ങനെയെങ്കിലും നടക്കട്ടെ. ജീവിക്കുമ്പോൾ കിട്ടുന്ന സ്വസ്ഥത മരിക്കുമ്പോഴെങ്കിലും കിട്ടട്ടെ. പോയി മരിക്ക് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് കമല. ഇവളിനി മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളാരും ഇവളെ തടയരുത്. മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതി. എന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്ന് പൊട്ടിക്കരയുകയാണ് കമല. അനൂപ് പറയുന്നു, ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഏട്ടനെ ഭ്രാന്ത് പിടിക്കാൻ അധിക സമയം വേണ്ടി വരില്ല. എന്റെ കാലിൽ ചങ്ങലയിടുന്നത് നീ കാരണമാവരുത് എന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുന്നു. ഒന്നും മിണ്ടാനാകാതെ പൊട്ടിക്കരയുകയാണ് മാഷും. എന്റെ മക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ കൂടെ നിൽക്കില്ല. മക്കൾ മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയാണ് ഏറ്റവും പാപികളായ അച്ഛനും അമ്മയും. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ മോളെ ഞങ്ങൾ നിന്നോട് ചെയ്തത്? എന്റെ മോളെ കുറിച്ച് എനിക്കുള്ള പ്രതീക്ഷകളൊക്കെ പോയി. ഇതൊക്കെ കേട്ട് പൊട്ടിക്കരയുകയാണ് ആതിര. ശേഷം കാണിക്കുന്നത് ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അർച്ചന നടക്കുന്നു. ആതിര പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുകയാണ് അർച്ചന. സന്ദീപ് പറഞ്ഞ കാര്യവും ആലോചിക്കുന്നുണ്ട്. ഇനിയും ഇത് സച്ചേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്നത് ശരിയല്ല. സംസാരിച്ചിന്ന് തന്നെ ഒരു തീരുമാനം എടുപ്പിക്കണം എന്നെ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ് അർച്ചന. അവിടേക്ക് സച്ചി വരുന്നുണ്ട്. ഇന്നൊരു മോശം ദിവസമായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ഓരോരോ പൊല്ലാപ്പുകൾ. തല പൊട്ടിപ്പൊളിയാ. സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, സച്ചിയേട്ടാ എനിക്ക്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, കടുപ്പത്തിലൊരു ചായ ആവാം. അർച്ചന ചായ എടുക്കാനായി പോകുന്നു. അർച്ചന അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. സച്ചി പറയുന്നു, താൻ ചായ എടുക്കാൻ പോയില്ലേ? അല്ലെങ്കിൽ ഇപ്പോ തന്നെ പറഞ്ഞാലോ എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് സച്ചി ചോദിക്കുന്നു.
അത് എന്താണെന്ന് വെച്ചാൽ സന്ദീപ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ പെട്ടെന്ന് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഓഫീസിൽ നിന്നുമുള്ള കോളാണത്. അർച്ചനയാണെങ്കിൽ കിച്ചണിലേക്ക് പോവുകയും ചെയ്തു. ആ പറ സന്ദീപ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം സച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ അർച്ചനയെ അവിടെ കാണുന്നില്ല. പോയോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തലവേദന കൊണ്ടിരിക്കുകയാണ് സച്ചി. ഇതേ സമയം അനഘയും അവന്തികയും മുറിയിൽ സംസാരിക്കുന്നുണ്ട്. ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവന്തിക പറയുന്നു, നീ പറ, ഞാൻ കേക്കട്ടെ. നിനക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? ആദ്യം സന്ദീപിനെ, പിന്നെ ചേച്ചിയെ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ പിന്നെ നിന്റെ സ്വന്തം ആണല്ലോ. അതെ, എനിക്ക് പേടി മുഴുവനും സന്ദീപിന്റെ കാര്യത്തിലാ. ആതിരി എന്ന് പറയുന്നവൾ അവനെ തട്ടിയെടുക്കോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അവന്തിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്നാ പിന്നെ ആ പേടി ഇനി വേണ്ട. സന്ദീപ് നിനക്ക് തന്നെ ഉള്ളതാ. അനഘ പറയുന്നു, ഇത് ഞാൻ കുറെ കാലമായി കേൾക്കുന്നു. എനിക്കിപ്പോ അതിൽ ഒരു പ്രതീക്ഷയില്ല. അവന്തിക പറയുന്നുണ്ട്, നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, നീ സ്നേഹിക്കുന്ന ആളെ നിന്റെ കൈവെള്ളയിൽ ഞാൻ കൊണ്ടുതരുമെന്ന്. നിന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അനഘ. അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും അവന്തിക അനഘയോട് പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അനഘ നിൽക്കുന്നു. വിവാഹത്തിന് ഇനി മുഹൂർത്തം മാത്രം തീരുമാനിച്ചാൽ മതി. എന്ന് എപ്പോ നടത്തണമെന്ന് നീ തന്നെ പറഞ്ഞോ എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അവന്തികയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അനഘ. പിന്നെ സന്തോഷം കൊണ്ട് വട്ടം കറങ്ങുന്നുണ്ട് അവർ രണ്ടുപേരും. സന്തോഷമായോ മോക്കെന്ന് അവന്തിക സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ അനഘയും പറയുന്നുണ്ട്, സന്തോഷമല്ല ചേച്ചി, അത്ഭുതം. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന്? അതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട്. അതൊക്കെ പിന്നീട് പറയാന്ന് അവന്തിക പറയുന്നു. എങ്കിലും ചേച്ചിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആലോചിക്കുമ്പോൾ തന്നെ എന്താ ഇത് സ്വപ്നം വല്ലതും ആണോ? അവന്തിക പറയുന്നു, ഹേയ്, ഇത് സ്വപ്നമൊന്നുമല്ല. പക്ഷെ ഇനി അങ്ങോട്ട് നീ സ്വപ്നം കാണണം. ഇനി വേറെന്ത് സ്വപ്നം ചേച്ചി? ഏറ്റവും വലുത് ഇതായിരുന്നല്ലോ എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അല്ല, ഇനിയാണ് നീ ശരിക്കും സ്വപ്നം കണ്ടു തുടങ്ങേണ്ടതും അതിനൊത്ത് ജീവിക്കേണ്ടതും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. ഞാനും നീയും ഇപ്പോഴും ഈ വീട്ടിൽ തുടരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ ഭാഗ്യം ഇനി എത്ര നാൾ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ട് ആടി ആടി ഇരിക്കുന്നതിനൊക്കെ നമുക്കൊന്ന് ഉറപ്പിക്കണം. ഇതിപ്പോൾ സേതു മാധവൻ എന്ന മനുഷ്യൻ മാത്രമേ വിവാഹത്തിന് അംഗീകരിച്ചിട്ടുള്ളൂ. ഈ കുടുംബത്തിലെ ഒരു കാര്യത്തിന് ആ അംഗീകാരം തന്നെ ധാരാളമാണ്. എങ്കിലും സന്ദീപിന്റെ തീരുമാനം എന്താണെന്ന് വേണം ഇനി നോക്കാൻ. അവന്റെ ഇഷ്ടം നിനക്കും അറിയാലോ. പെട്ടെന്ന് അനഘയൊന്ന് ടെൻഷനായി. ആതിര സന്ദീപിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സംഭവം ഓർക്കുകയാണ് അനഘ. അവന്തിക വീണ്ടും പറയുന്നു, ഒരാളുടെ മനസ്സിൽ കയറാൻ വലിയ പാടാ. അതിനേക്കാൾ പാടാണ് അവിടുന്ന് ഒരാളെ മാറ്റി പകരം കയറുക എന്നുള്ളത്. അനഘ പറയുന്നു, ഞാൻ എപ്പോഴും അതിന് ശ്രമിക്കുന്നുണ്ടല്ലോ ചേച്ചി. നീ എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും അതിന്റെ ഫലം കിട്ടിയത് ആ ആതിരയ്ക്കല്ലേ? എടി, ചീപ്പ് കളിക്കിറങ്ങുമ്പോൾ അവിടെ പിന്നെ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കരുത്. നിനക്ക് പണ്ടേ അവനെ കിട്ടിയേനെ. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തോണ്ടാ കാര്യങ്ങൾ ഇത്രയും താമസിച്ചത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനഘ ചോദിക്കുന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേച്ചി പറയും, ഞാൻ അതുപോലെ ചെയ്യാം. നീ എപ്പോഴും അവന്റെ കൺവേട്ടത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലും. ആതിരയുമായി താരതമ്യം ചെയ്യുമ്പോൾ സന്ദീപിന് ചേർന്ന ഭാര്യ നീയാണെന്ന് അവന് തോന്നണം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് അനഘ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.